റഹ്മാൻ 6 അടി 2 ഇഞ്ച് ഉയരം, സുന്ദരൻ, സുമുഖൻ. ആ കാലത്ത് കൂടെവിടെയൊക്കെ റിലീസായിരുന്ന ആ കാലത്ത് ഏത് സുന്ദരി പെൺകുട്ടികളുടെ കയ്യിലും റഹ്മാൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. അത് ബ്ലൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. അത്രയും ആരാധകരുള്ള ഒരു നടനാണ് റഹ്മാൻ. അന്നത്തെ സൂപ്പർ സ്റ്റാറാണ്. 83-ലാണ് പത്മരാജൻ കണ്ടെടുത്ത പ്രതിഭയാണ് റഹ്മാൻ. മൂപ്പര് ഗൾഫിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഗൾഫിലാണ്. അപ്പോൾ ഈ റഹ്മാൻ ചെയ്ത മണ്ടത്തരം ഇന്ന് പല നടന്മാർക്കും നടികൾക്കും പറ്റുന്നുണ്ട്. അത് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റഹ്മാൻ്റെ കഥ നമ്മൾ പറയണത്. നമ്മളൊക്കെ ഒരു വഞ്ചിയിൽ കാല് വയ്ക്കും, ചിലപ്പോൾ 2 വഞ്ചിയിൽ കാല് വയ്ക്കും, ചിലപ്പോൾ 3 വഞ്ചിയിൽ കാല് വെച്ച് നടക്കുന്ന ആളാണ് റഹ്മാൻ. ഒരുപാട് ആർത്തി, പൈസയ്ക്കുള്ള ആർത്തി. സിനിമകൾ കുറേ ചെയ്യുമ്പോൾ കുറേ കാശ് കിട്ടുമല്ലോ, അതിൻ്റെ ആർത്തി. അത് മൂത്തിട്ടാണ് തലയും കൊത്തി നിലത്ത് വീണ കഥയിൽ നമ്മൾ ഈ പറയണത്. 73-ലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാനാണ്. കൂടെവിടെ ഇറങ്ങിയതിന് ശേഷം IV ശശി, ഭരതൻ, അതുപോലെ പ്രിയദർശൻ, സേതുമാധവൻ, അതുപോലെ തന്നെ K ബാലചന്ദ്രൻ, ഇങ്ങനെയുള്ള വൻകിട സംവിധായകരെ പടത്തിലാണ് മൂപ്പര് അഭിനയിച്ചത്. അതിൽ തമിഴിലൊരു പടത്തിൽ അഭിനയിച്ചു, K ബാലചന്ദ്രൻ്റെ. 1989 വന്നത് പുതു അർത്ഥങ്ങൾ എന്ന് പറഞ്ഞൊരു പടം. ആ പടം തമിഴ്നാട്ടിൽ ഒരു കൊല്ലം കളിച്ചത്. ആ ഒരു കൊല്ലം കളിച്ചതോടുകൂടി ആ പടത്തിൻ്റെ വിജയം കണ്ടതോടുകൂടി മലയാളത്തിനെ മൂപ്പര് മറന്നു. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വളരെ കുറവ്. അവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ 3 പടത്തിൽ അഭിനയിക്കുന്ന സാമ്പത്തികം അവിടെ ഒരു പടത്തിൽ കിട്ടും. അപ്പോൾ എന്തുണ്ടായി, തമിഴിലേക്ക് ചേക്കേറി, പൈസയുടെ കൊതി കൊണ്ട്. അങ്ങനെ തമിഴിൽ ചേക്കേറി. ആളൊരു പാവത്താനാണ് കേട്ടോ. ആൾ വലിയ ശുദ്ധഗതിക്കാരനാണ്, പാവത്താനാണ്. നമുക്ക് നന്നായി അഭിനയിക്കുകയും ചെയ്യും, നല്ല രീതിയിലൊക്കെ നല്ല ഒരു നടനാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഈ കാശിന് ആർത്തി വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ എല്ലാ ഭാഷകളിലും ഓടി നടന്ന് അഭിനയിക്കുന്നു. നമ്മളൊരാളല്ലേ ഉള്ളൂ. ഈ മലയാളം പോലെയല്ല തമിഴ്. തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിൽ അവർ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 6 മാസത്തിനുള്ളിലേക്ക് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കഴിയാം. ഇവിടെ ആകെ 25 ദിവസം 30 ദിവസം മതി ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കഴിയാൻ. പൈസയും കുറവാണ്. അങ്ങനെ പുതു അർത്ഥങ്ങളിലെ സൂപ്പർ സ്റ്റാറോട് കൂടിയിട്ട് അവിടെ നിന്ന് കുറേ പടങ്ങളിൽ അഭിനയിച്ചു. ആ പടങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം 2-3 പടം കണ്ട് പൊട്ടി. ആ 3 തമിഴന്മാർക്ക് ഒരു പ്രത്യേകതയാണ്, ഒരൊറ്റ പടം പൊളിഞ്ഞാൽ മതി അവർ ആ നടനെ അപ്പം തന്നെ ചവിട്ടുകൊട്ടയിലിടും. ഒരു സംവിധായകരും പിന്നെ വിളിക്കില്ല, ഒരു പടത്തിൽ അഭിനയിപ്പിക്കാനും വിളിക്കില്ല. അത് ഒരു ലെക്ക് കെട്ട നടനാന്ന് പറഞ്ഞിട്ട് തള്ളി കളയും. അതേപോലെ റഹ്മാനെ 3 പടം പൊളിഞ്ഞോട് കൂടിയിട്ട് എടുത്ത് തോരിക്കറിഞ്ഞു. ഇവിടെ ഒരു നായക നടൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ 30 പടം പൊളിഞ്ഞാലും പിന്നെയും അവനെ ഇട്ട് പടം എടുക്കും. അതാണ് ഇവിടെ കുഞ്ചാക്ക ബോബനും ജയസൂരിയും ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവരൊക്കെ എത്ര ഫ്ലോപ്പുകൾ അഭിനയിച്ചു, എന്നാലും അവർക്ക് നായകനായിട്ട് വീണ്ടും അവർക്ക് ഡേറ്റ് ഇല്ല, അവർക്ക് തിരക്കാണ്, അവർക്ക് പടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തമിഴ് നടക്കില്ല. തമിഴിൽ അങ്ങനെ ഊരും കുത്തി വീണു. അപ്പോൾ മൂപ്പരെന്തുണ്ടായി, ഹിന്ദിയിലേക്ക് വന്നു. ഹിന്ദിയിലെ വൻകിട സംവിധായകരുടെ കൂടിയാണ് ആദ്യമായിട്ട് തുടക്കം വയ്ക്കുന്നത്. ആ സംവിധായകരുടെ പടമൊക്കെ നല്ല അസലായിട്ട് കളിക്കുകയും ചെയ്തു. തമിഴിൽ സംഭവിച്ചു തന്നെ അവിടെയും സംഭവിച്ചു. 1-2 പടം പൊട്ടിയോട് കൂടിയിട്ട് അവിടുത്തെ തെലുങ്കന്മാർ മതി, ഈ മതി നിൻ്റെ ഈ കലയൊക്കെ അവിടെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് തോരിക്ക് കിട്ടും. പിന്നെ എന്തുണ്ടായി, മലയാളത്തിലേക്ക് വരാൻ അപ്പോഴും ശ്രമിച്ചില്ല. പിന്നെ അവിടെ പോയിട്ട് സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചു തുടങ്ങി, പിന്നെ തേർഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചു തുടങ്ങി, പിന്നെ വില്ലനായിട്ട് അഭിനയിച്ചു തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ഊരിയും കുത്തി വീണ് അവസാനം മലയാളം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ റഹ്മാനെ മറന്നു. അങ്ങനെ ഇരിക്കുമല്ലോ മമ്മൂട്ടിയുടെ പടത്തിൽ മൂപ്പര് ബ്ലാക്കാന്ന് തോന്നുന്നുണ്ട്, ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു പടത്തിൽ മൂപ്പര് ഒരു എസ് ആയിട്ട് വരുന്നത്. അതിവിടെ വന്നപ്പോൾ ഇവിടെ റഹ്മാനെ ആർക്കും ആവശ്യമില്ല. അന്ന് ഒരുപാട് സ്ത്രീകൾ റഹ്മാൻ്റെ ഫോട്ടോ ബ്ലൗസിൻ്റെ ഇടയിൽ വെച്ച് നടക്കണ്ടായിരുന്നു. ആ സ്ത്രീകൾക്കൊക്കെ ഇന്ന് വാർദ്ധക്യമായി. പിന്നെ അവർക്ക് എന്ത് റഹ്മാൻ? അന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കും വാർദ്ധക്യമായി. പിന്നെ അവർക്ക് എന്ത് ഈ റഹ്മാൻ? ഇവിടെയൊക്കെ എല്ലാവരും മോഹൻലാലും മമ്മൂട്ടിന്ന് പാട്ട് പാടി നടക്കുക. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ റഹ്മാൻ വന്നിട്ട് ഒരു ചലനം ഉണ്ടാക്കിയില്ല. വേറെയും 2-3 പടത്തിൽ അഭിനയിച്ചു. ആർക്കും വേണ്ട റഹ്മാനെ. എന്നാലും മൂപ്പര് അന്നത്തെ പോലെ തന്നെ സൗന്ദര്യം, അതുപോലെ തന്നെ വലിയ പ്രായമൊന്നും മൂപ്പർക്ക് വന്നിട്ടില്ല. എന്നിട്ട് പോലും ശങ്കറിനെ എടുത്ത് തോരിക്ക് കളഞ്ഞ പോലെ തന്നെ റഹ്മാനെ എടുത്തിട്ട് മലയാളികൾ തോരിക്കറിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാളത്തിൽ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ കാലുകുത്തി നിൽക്കുക. നിങ്ങൾ ആജീവാനന്ദ നടനായിട്ട് മലയാളത്തിൽ നിൽക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ ചാൻസ് കിട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മലയാളികൾക്ക് നിങ്ങളെ മൈൻഡില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ സുരാജ് ആയാലും മറ്റുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ തമിഴിൽ കാല് കുത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അവർക്ക് വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരിവിടെ മലയാളത്തിൽ തള്ളിക്കളയും. മലയാളത്തിന് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും നടന്മാരെ. ഫ്ലോപ്പായാലും കുഴപ്പമില്ല, പടം പൊളിഞ്ഞാലും കുഴപ്പമില്ല, നടനെ കണ്ടുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ 2-3 പടത്തിന് 2-3 മാസം 4-5 മാസം 6 മാസം ഒരു കൊല്ലൊക്കെ ഒരു പടത്തിന് ഒരു ഗ്യാപ്പ് വന്നാൽ
ആ നടനെ മലയാളികൾ മറന്നു. പിന്നെ വന്നാൽ തന്നെ ആ പടം പഴയ ഒരു പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ റഹ്മാൻ്റെ പോലെ 3 വഞ്ചിയിൽ കാല് വെച്ച് നടക്കാൻ നിൽക്കണ്ട, ഒറ്റ വഞ്ചിയിൽ കാല് വെച്ച് നടക്കുക. അത് മലയാളത്തിലെ നടന്മാർ മലയാളികളായിട്ട് തന്നെ അഭിനയിക്കുക. നിങ്ങളെന്നും ഈ മലയാളത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങളെന്നും മലയാളികൾ കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.